എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. വർഷാവർഷമുള്ള 6000 ഇത് 3 ഇൻസ്റ്റാൾമെൻ്റായി നിങ്ങളിലേക്ക് എത്തിച്ചേരും. 2000 രൂപയുടെ 3 ഗഡുക്കളാണ് എത്തുക. ഈ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനായി കർഷകർ ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ID കാർഡുകൾ ജനറേറ്റ് ചെയ്യണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ കർഷക ID കാർഡുകൾ ഉൾപ്പെടെ ആവശ്യമാണ് എന്നുള്ള പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഖദർ ആപ്പിൽ ഫാമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം സ്ഥലവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി നൽകണം. അതിനുശേഷമാണ് ഫാമേഴ്സ് ID ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉള്ളത്. ഫാമേഴ്സ് IDക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മളുടെ കൃഷിഭവനങ്ങളിൽ നിന്നും കൃഷിഭവനാധികാരികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അത് അപ്രൂവ് ചെയ്യുന്ന സമയം നമുക്കത് പിന്നീട് ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. ഭാവിയിലെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ഏകീകൃത കാർഡായി ഈ കാർഡിനെ പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെടെ ആളുകൾ ഇപ്പോൾ ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൂടി എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങൾ, സബ്സിഡി സ്കീമുകൾ, കാർഷിക മേഖലയിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഈ കാർഡ് നിർബന്ധമാക്കും. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ നാളെ മുതൽ കാർഡുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. 2025 വർഷത്തിലെ ആദ്യ കേന്ദ്ര സഹായ വിതരണം വരുന്ന ആഴ്ചകളിൽ ആരംഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപേക്ഷ വെച്ചിട്ടില്ലാത്ത കർഷക ഗുണഭോക്താക്കൾക്കും കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നാളെ മുതൽ തന്നെ അപേക്ഷ വെക്കാനും സാധിക്കുന്നതാണ്.